തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കഴിഞ്ഞ ദിവസം ഖാർഗെയ്ക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു. തുടർന്ന് അല്പനേരം വിശ്രമിച്ച് തിരിച്ചെത്തിയ അദ്ദേഹം മോദിയെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കാതെ താൻ മരിക്കില്ലെന്ന് പ്രതികരിച്ചിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തവണ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയിരിക്കുന്നത്. തന്റെ ആരോഗ്യകാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനാവശ്യമായി ഖാർഗെ വലിച്ചിഴയ്ക്കുകയാണെന്നാണ് അമിത്ഷാ വിമർശിച്ചത്. നരേന്ദ്രമോദിയോടുള്ള ഭയവും വിദ്വേഷവുമാണ് ജമ്മുവിൽ ഖാർഗെ നടത്തിയ പരാമർശങ്ങളിൽ പ്രകടമായതെന്നും അമിത്ഷാ തുറന്നടിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യകാര്യത്തിൽ മോദിയും ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹം ഇനിയും കൂടുതൽ കാലം ജീവിക്കണം. 2047 വികസിത ഭാരതം എന്ന സ്വപ്നം കാണാൻ സാധിക്കുന്നതുവരെ അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് അമിത്ഷാ എക്സിൽ കുറിച്ചു. ജമ്മു കശ്മീരിൽ സംസാരിക്കുന്നതിനിടെ ഖാർഗെയ്ക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിന് ചൂട് കാരണമാണ് ബുദ്ധിമുട്ടുണ്ടായതെന്നും രക്തസമ്മർദ്ദം കുറഞ്ഞതല്ലാതെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിനില്ലെന്നും പിന്നീട് കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടതിനാൽ രാംനഗറിൽ നടത്താനിരുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. അതേസമയം ജമ്മു കശ്മീരിൽ ശക്തമായ പ്രചരണമാണ് കോൺഗ്രസ് നടത്തിയത്. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയും ജമ്മുവിൽ എത്തിയിരുന്നു. BJPക്കെതിരെ തന്റെ പ്രസംഗത്തിലുടനീളം പ്രിയങ്ക ആഞ്ഞടിച്ചു. ജമ്മു കശ്മീരിലെ ജനങ്ങളുടെ അവകാശമാണ് സംസ്ഥാന പദവിയെന്നും അത് കവർന്നെടുക്കുകയാണ് BJP ചെയ്തതെന്നും പ്രിയങ്ക വിമർശിക്കുകയുണ്ടായി. സംസ്ഥാനത്തിന്റെ അവകാശം തന്നെ ഇല്ലാതാക്കിയ ശേഷം അത് തിരികെ നൽകണമെങ്കിൽ തങ്ങൾക്ക് വോട്ട് ചെയ്യൂവെന്നാണ് BJP ആവശ്യപ്പെടുന്നതെന്നും പ്രിയങ്ക വിമർശിച്ചിരുന്നു. ഏതായാലും വാദപ്രതിവാദങ്ങൾക്കിടയിൽ ജമ്മു കശ്മീർ മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പിന് ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. 40 മണ്ഡലങ്ങളാണ് ഇന്ന് വിധിയെഴുതുന്നത്. 5060 പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയിരിക്കുന്നത്. 20,000 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. 2 മുൻ ഉപമുഖ്യമന്ത്രിമാരായ താരാചന്ദ്, മുസാഫർ ബേഗ് എന്നിവരുൾപ്പെടെ 415 സ്ഥാനാർത്ഥികളാണ് ഇന്ന് ജനവിധി തേടുന്നത്. വോട്ടെടുപ്പ് നടക്കുന്ന 24 മണ്ഡലങ്ങൾ ജമ്മു ഡിവിഷനിലും ശേഷിക്കുന്നത് കശ്മീരിലുമാണ്. ജമ്മു ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ളത്. ഞായറാഴ്ചയാണ് ഇവിടങ്ങളിൽ പരസ്യ പ്രചരണം അവസാനിച്ചത്. ഉധംപൂർ, ബാരാമുള്ള, കത്വ, കുപ്വാര എന്നിവിടങ്ങളിലെ മുൻപ് ഭീകരാക്രമണം നടന്ന പ്രദേശങ്ങളിൽ കേന്ദ്ര സായുധ പോലീസ് സേനയെയും ക്വിക്ക് റെസ്പോൺസ് ടീമിനെയും വിന്യസിച്ചിട്ടുണ്ട്. മൂന്നാം ഘട്ട വോട്ടെടുപ്പിൽ പടിഞ്ഞാറൻ പാകിസ്ഥാൻ അഭയാർത്ഥികൾ, വാൽമീകി സമാജം, ഗൂർഖ സമുദായാംഗങ്ങൾ എന്നിവർ വോട്ട് ചെയ്യുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഇവർക്ക് അവകാശം ലഭിക്കുന്നത്. 2019ലും 2020ലും ബ്ലോക്ക് ഡെവലപ്മെന്റ് കൗൺസിലിലേക്കും ജില്ലാ ഡെവലപ്മെന്റ് കൗൺസിലിലേക്കും ഇവർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം പീപ്പിൾസ് കോൺഫറൻസ് ചെയർമാനും മുൻ മന്ത്രിയുമായ സജ്ജാദ് ലോൺ, നാഷണൽ പാന്തേഴ്സ് പാർട്ടി ഇന്ത്യ പ്രസിഡന്റ് ദേവ് സിംഗ് എന്നിവർ അടക്കമുള്ള പ്രമുഖരാണ് ഇന്ന് ജനവിധി തേടുന്നത്. കുപ്വാരയിൽ നിന്ന് 2 സീറ്റുകളിൽ ലോൺ മത്സരിക്കുന്നുണ്ട്. ഉധംപൂരിലെ ചെനാനി മണ്ഡലത്തിൽ നിന്നാണ് ദേവ് സിംഗ് മത്സരിക്കുന്നത്. ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പാണ് സംസ്ഥാനത്ത് ഇന്ന് നടക്കുന്നത്. ആദ്യഘട്ട വോട്ടെടുപ്പിൽ ശക്തമായ പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. ഒന്നാം ഘട്ടത്തിൽ 61.38%, രണ്ടാം ഘട്ടത്തിൽ 58.31% പോളിംഗ്.